ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എലാസ് കിച്ചൺ ആൻഡ് ബിയോണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സുലൈമാനിയാണ് കേട്ടോ. ഈ സുലൈമാനി എന്ന് പറയുമ്പോഴത്തേനും ബേസിക്കലി നമ്മുടെ കട്ടൻ ചായ തന്നെയാണ്. പക്ഷെ അതിനകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്താണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മുടെ വയറൊക്കെ നിറഞ്ഞിരിക്കുമ്പോഴത്തേനും ഇതുപോലത്തെ ഒരു ഗ്ലാസ് സുലൈമാനിയെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറൊക്കെ നല്ല കംഫർട്ടബിൾ ആകും. മിക്കവാറും ഈ സദ്യകളിലൊക്കെയാണ് ഇത് കൂടുതലും നമ്മൾ കഴിക്കുന്നത്. പക്ഷെ അല്ലാത്തപ്പോഴാണെങ്കിലും നമുക്കൊരു സുലൈമാനിയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സുഖമാണ്. അപ്പോൾ ഇന്ന് ഞാൻ സുലൈമാനി ഉണ്ടാക്കാൻ പോകുന്നത് 2 കപ്പ് വെള്ളത്തിലാണ്. അപ്പോൾ ആ ഒരു 2 കപ്പ് വെള്ളത്തിനകത്തേക്ക് നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ്, നമ്മൾ ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, അത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ച് കറുവാപ്പട്ട, ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, പിന്നെ 2-3 ഏലക്ക, ഒരു 2-3 ഗ്രാമ്പു, ഇത്രയും നമ്മൾ പതുക്കെ ഒന്ന് ക്രഷ് ചെയ്ത് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടത്തിൽ തന്നെ നമുക്ക് കുറച്ച് മിൻ ലീഫും ഉണ്ട്. നമ്മൾ കുറച്ച് തേയിലപ്പൊടി എടുക്കുന്നുണ്ട്. അതൊരു 1 ടീസ്പൂണോളം മാത്രം മതി, കാരണം ഇതിനധികം കടുപ്പമില്ലാതെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് ഷുഗർ വേണം, പിന്നെ ഒരു നാരങ്ങ വേണം, അതിൻ്റെ ഒരു പകുതിയോളം മതി. അതിൻ്റെ നീര് നമ്മൾ അതിനകത്ത് ചേർക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു സുലൈമാനിക്കകത്ത് ചേർക്കുന്നത്. ചിലർ നാരങ്ങ നീര് ചേർക്കത്തില്ല, അല്ലാതെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് തന്നെയാണ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം തന്നെ നമ്മൾ 2 കപ്പ് വെള്ളം ഒരു പാനിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ 2 കപ്പ് വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റൗ ഓണാക്കി ഇതൊന്ന് വെച്ചേക്കാം. നമ്മുടെ കറുവാപ്പട്ടയും പിന്നെ ഏലക്കായും ഗ്രാമ്പും ഉണ്ടല്ലോ, അതിലെല്ലാം കൂടെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതി, മുഴുവനൊന്നും പൊടിക്കേണ്ട ആവശ്യമില്ല. ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഈ വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. നമ്മൾ എടുത്തു വെച്ചിരുന്ന ഇഞ്ചിയുടെ ഒരു കഷ്ണമുണ്ടല്ലോ, അതോടെ ഒന്ന് ചതച്ചെടുക്കാം. നമ്മുടെ ഇഞ്ചി ചതച്ചോടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണം മതി കേട്ടോ, വലിയ കഷ്ണവും വേണ്ട. നമ്മുടെ സ്പൈസസ് എല്ലാം തന്നെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കിനി 2 മിൻറ്റ് ലീഫ് കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രഷായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മിൻറ്റാണ് കേട്ടോ. അപ്പോൾ സമ്മർ ആയതുകൊണ്ട് ഇവിടെ ഇഷ്ടം പോലെ മിൻറ്റ് ഉണ്ട്. ഇപ്പം ഇങ്ങനെ 2 മിൻറ്റ് കൂടെ നമുക്ക് ആ വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. മിൻറ്റ് ലീഫ് കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് കേട്ടോ, നമ്മുടെ ആ സ്പൈസസ് ഒക്കെ അതിൻ്റെയൊക്കെ ആ സത്ത് പതുക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറി വന്നിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഒരു 3/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ നമുക്ക് ഇതിനകത്തേക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇനി ഇത് ടീ ലീവ്സ് അതുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് കളറ് മാറിയാൽ മതി. ഇതെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഷുഗർ കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്തേക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ സുലൈമാനി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇതിനകത്തേക്ക് നമ്മൾ നാരങ്ങ നീരും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ അതിൻ്റെ ഒരു 1/2 ഇത്ര മതി കേട്ടോ, കുറച്ച് മതി. ഇത്ര നാരങ്ങ നീര് മതി. നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ് കേട്ടോ. നല്ല മധുരം വേണമെങ്കിൽ അതനുസരിച്ച് ഷുഗർ ആഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ കളർ കണ്ടോ, വളരെ ലൈറ്റ് കളറായിരിക്കണം കേട്ടോ. ഒത്തിരി അങ്ങോട്ട് കടുപ്പം വേണ്ട, ജസ്റ്റ് ഒരു ലൈറ്റ് കളർ മതി. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഒരു അരിപ്പയ്ക്കകത്തോടെ നമുക്കിതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സുലൈമാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതൊരു ഗ്ലാസ്സിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കളറുണ്ടോ, വളരെ ലൈറ്റ് കളറല്ലേ, ഇത്രയും മതി സുലൈമാനിയുടെ കളർ കേട്ടോ. ഇനി നമുക്കൊരു 2 മിൻറ്റ് ലീഫോടെ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാം. ഇതും കൂടെ കിട്ടാം. നമ്മുടെ സുലൈമാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ എത്ര പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മുടെ വയറിനൊക്കെ നല്ല സുഖമാണ് ഇത് കുടിച്ച് കഴിയുമ്പോഴത്തേനും. അപ്പോൾ ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കുറച്ചൊന്ന് കുടിച്ച് നോക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. നല്ല അടിപൊളിയാണ്. നമ്മൾ ഇതിനകത്ത് അധികം ചായപ്പൊടി ഇടാത്തതുകൊണ്ട് തന്നെ അതിനകത്തൊരു കമർപ്പൊന്നുമില്ല, നല്ല കംഫർട്ടബിളാണ് കുടിക്കാനായിട്ട്. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് പറയണം കേട്ടോ. വീണ്ടും ഉടനെ തന്നെ നമുക്ക് വേറെ വീഡിയോയുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺ. ബൈ ഫോർ നൗ.